മാനത്ത് പറക്കാനുള്ള ആഗ്രഹത്തിന് മനുഷ്യകുലത്തിന്റെ പഴക്കം തന്നെയുണ്ട്. ഇക്കാര്യത്തിൽ മനുഷ്യൻ ഒട്ടേറെ മുന്നോട്ടു പോകുകയും ചെയ്തു. ആധുനിക ലോകം പുതിയ സാങ്കേതിക വിദ്യകളുമായി ഏവിയേഷൻ രംഗത്ത് സാധ്യതകൾ തേടുമ്പോൾ തൊടുപുഴയ്ക്കടുത്ത ഉടുമ്പന്നൂരിലും വ്യോമയാന മേഖലയിൽ ഒരു നിശബ്ദ വിപ്ലവം അരങ്ങേറുന്നുണ്ടായിരുന്നു. ജന്മനാ ബധിരനും മൂകനുമായ തട്ടക്കുഴ സ്വദേശി സജിക്ക് ആകാശത്തിന്റെ ഉയരങ്ങളായിരുന്നു സ്വപ്നം. വർഷങ്ങൾ നീണ്ട ഈ മോഹമാണ് തിരുനെൽവേലിക്കടുത്തുള്ള അംബാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഏവിയേഷൻ അക്കാദമിയിൽ കഴിഞ്ഞ ഏപ്രിൽ 10 ആകാശം തൊട്ടത്. എന്നാൽ മൂകനും ബധിരനുമായ ഒരാൾ, അതും 7ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾ നിർമ്മിച്ച വിമാനം പറന്നുയരുന്ന ചരിത്ര മുഹൂർത്തത്തിനായിരുന്നു അന്ന് അംബാസമുദ്രം സാക്ഷ്യം വഹിച്ചത്. ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള റബ്ബർ എസ്റ്റേറ്റിൽ മരുന്നടിക്കാൻ വന്ന ഹെലികോപ്റ്റർ കണ്ട് കൗതുകവുമായി അടുത്തുകൂടിയ മൂകനായ കുട്ടിയെ ഹെലികോപ്റ്ററുമായി വന്നവർ 2 തവണ പറക്കാൻ അവസരം കൊടുത്തു. അവരുടെ അഡ്രസ് എഴുതി വാങ്ങിയ സജി പിന്നീട് മുംബൈ ഓഫീസിലെത്തി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. സ്വന്തമായി ഉണ്ടായിരുന്ന ജീപ്പ് വിറ്റും ഒപ്പം ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്തുമാണ് വിമാനമുണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. റബ്ബർ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവും വിമാനത്തിനായി ചെലവഴിച്ചു. ഇന്നിപ്പോൾ രാജ്യത്ത് സ്വന്തം പേരിൽ വിമാനം നിർമ്മിച്ച ആദ്യ വ്യക്തി എന്ന വിശേഷണമാണ് സജിക്കുള്ളത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഉദ്യമത്തിൽ വിജയം കൈവരിച്ച മൂകനും ബധിരനുമായ ഒരേ ഒരാളും സജിയായിരിക്കും. ഔപചാരിക വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളിലൂടെയും ഇന്റർനെറ്റിലൂടെയുമാണ് സാങ്കേതിക ജ്ഞാനം നേടിയത്. കത്തുകൾ തയ്യാറാക്കുന്നതും ഇംഗ്ലീഷിൽ തന്നെ. വ്യോമസേനയിൽ വിംഗ് കമാൻഡറായി വിരമിച്ച SKJ നായരുമായുള്ള പരിചയമാണ് സജിക്ക് പുതിയൊരു ആകാശം തുറന്നുകൊടുത്തത്. SKJ നായരുടെ പ്രോത്സാഹനം സജിയുടെ ഉദ്യമത്തിന് ഊർജം പകർന്നു. നായരുടെ ഉടമസ്ഥതയിലുള്ള ഏവിയേഷൻ അക്കാദമിയിലാണ് സജിയുടെ വിമാനം ആദ്യമായി പറന്നത്. SKJ നായർ തന്നെ ആദ്യ പറക്കലിൽ പൈലറ്റായി. ഈ വിമാനത്തിനി ഉയരങ്ങൾ താണ്ടണമെങ്കിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇതിന് 40,000 രൂപ വേണം. അതിനായുള്ള പരിശ്രമങ്ങളിലാണ് സജി ഇപ്പോൾ. രജിസ്ട്രേഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് ഉയർത്തി പറക്കാം. അതിന് സജി രജിസ്ട്രേഷനുള്ള നടപടികൾ ഇനി നോക്കിക്കോ, ഒട്ടും വിഷമിക്കേണ്ട, പറക്കുന്ന ആണ് പണിതേക്കുന്ന. സജി ഇവിടെ വെച്ച് ഇത് നിർത്തിക്കഴിഞ്ഞാൽ സജിയുടെ ആഗ്രഹം തീരെയല്ല. അതുകൊണ്ട് സജിക്ക് പറന്ന് കാണണം. അതിനാണ് സജി പണി പൂർത്തിയാക്കിയത്. എനിക്ക് പറക്കണം. ഞാൻ പണിത സാധനം എനിക്ക് പറന്ന് കാണണം. അതിന് രജിസ്ട്രേഷൻ നടത്തിയേ പറ്റൂ. സാറ് പറഞ്ഞ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ. 50,000 രൂപയും കൂടി ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടത്താം. സാറിൻ്റെ കൂടെ ഇരുന്ന് പറക്കാം. സജിയുടെ എല്ലാ പരിശ്രമങ്ങൾക്കും കൂട്ടായി ഭാര്യ മരിയയും 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ജോഷ്വയും എപ്പോഴുമുണ്ട്. തൊടുപുഴയിൽ നിന്ന് വിമാനം ആദ്യ പറക്കലിനായി തിരുനെൽവേലിയിൽ എത്തിച്ചപ്പോൾ അതിനു പിന്നാലെ സജിയും കുടുംബവും ഓട്ടോയിലാണ് എത്തിയത്. 2005 ഒരു വിമാനം പണി പൂർത്തീകരിച്ചിട്ട് നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം തൊടുപുഴ വന്നപ്പോൾ അതിനെ കാണിക്കാനായിട്ട് ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചാണ്. അന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമോ അതിന് നല്ല എഞ്ചിൻ വാങ്ങാനുള്ളതാണ് അന്നും ചോദിച്ചുകൊണ്ടിരുന്നത്. അന്നും അത് സുരക്ഷ ഭയങ്കര ക്രമീകരണമായിരുന്നു. തൊടുപുഴ കാണിക്കാനൊന്നും പറ്റിയില്ല. അടുത്ത് വന്ന് അതിലും സജിക്ക് സങ്കടമായിരുന്നു. കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇത്ര അടുത്തും വന്നിട്ട് കാണിക്കാൻ പറ്റിയില്ലല്ലോ രാഷ്ട്രപതി വന്നിട്ടെന്ന്. രാഷ്ട്രപതി ഒരു കത്ത് അയച്ചു, നിങ്ങളിങ്ങനെ ഒരു ഗുജറാത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു മത്സരം നടക്കുന്നുണ്ട്, സജി അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് സജിനെ അവരുടെ ചെലവിൽ ഞാൻ സജിയായിട്ട് അഹമ്മദാബാദിൽ പോയി അവിടെ വെച്ച് മത്സരത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിന് ഒരു അവാർഡ്, അന്നേരം 3ാം സ്ഥാനത്ത് സജി ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ചെലവിൽ ഞങ്ങൾ തിരിച്ചും പോന്നു. അത് ഞാൻ അതാണ് വിശ്വേശ്വരയ്യ കോളേജുകാർ ഏറ്റെടുത്ത അഭിമാനം. 1.5 ലക്ഷം രൂപ നമുക്ക് തന്നു. ഏതു കഷ്ടപ്പാടിനിടയിലും സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവരൊന്നിക്കുമ്പോൾ സജിയുടെ സ്വപ്നങ്ങൾ ആകാശത്തിലേക്ക് വീണ്ടും കുതിക്കുകയാണ്.
ഇച്ഛാശക്തിയും പരിശ്രമിക്കാനുമുള്ള മനസ്സുമുണ്ടെങ്കിൽ കൈവരിക്കാനാകാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് സജിയുടെ ശ്രമങ്ങൾക്ക്